ഗുഡ് മോർണിംഗ്. ക്വാണ്ടിറ്റി സർവേയിലെ സെക്കൻഡ് മൊഡ്യൂളിൽ ഡീറ്റെയിൽഡ് ക്വാണ്ടിറ്റി കാൽക്കുലേഷൻ മെത്തേഡ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ബിൽഡിങ്ങിൻ്റെ ഓരോ ഡിഫറെൻറ്റ് സ്റ്റേജിലെ വർക്കുകളുടെ ക്വാണ്ടിറ്റീസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതിൻ്റെ ഇൻട്രൊഡക്ഷൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഏതൊക്കെ മെത്തേഡിൽ നമ്മൾ ഇതേപോലെ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ളതാണ്. മെയിനായിട്ട് രണ്ട് മെത്തേഡാണ് നമ്മൾ പരിചയപ്പെടേണ്ടത്. ഒന്ന് ലോങ് വാൾ ഷോർട്ട് വാൾ മെത്തേഡും ഒന്ന് സെൻട്രൽ ലൈൻ മെത്തേഡും. ഇതിനെക്കുറിച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഒരു സിംഗിൾ റൂംഡ് ബിൽഡിംഗ് ആണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ലോങ് വാളും ഷോർട്ട് വാളും കൺസിഡർ ചെയ്യുക, അതേപോലെ സെൻട്രൽ ലൈൻ എങ്ങനെ കൺസിഡർ ചെയ്യുക എന്നുള്ള കാര്യവും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി അതൊരു 2 റൂം ബിൽഡിങ്ങോ അല്ലെങ്കിൽ കൂടുതൽ റൂംസുള്ള ബിൽഡിങ്ങോ ആണെങ്കിൽ എങ്ങനെയെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ജസ്റ്റ് ഒരു ഐഡിയ കിട്ടാനുള്ളൊരു ചെറിയ പ്ലാൻ വെച്ചിട്ട് നമുക്ക് പറയാം. തുടർന്ന് വലിയ പ്ലാനുകളൊക്കെ വെച്ച് നമുക്ക് പറയുമ്പോൾ കൂടുതൽ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നമുക്കത് ക്ലിയറാക്കി പോവുകയും ചെയ്യാം. ഇതൊക്കെ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഒരു 2 റൂംഡ് ബിൽഡിംഗ് ആണ് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത്. റൂം ഡയമെൻഷൻ 4 മീറ്റർ ബൈ 5 മീറ്റർ ആണ്. 2 റൂംസിൻ്റെ അങ്ങനെയാണ് കൊടുത്തുള്ളത്. പിന്നെ വാൾ തിക്നെസ് 0.3 ആണ്. അതേപോലെ താഴെയുള്ള ഫൗണ്ടേഷൻ്റെ ഡീറ്റെയിൽസ് എല്ലാം സെക്ഷനിൽ കാണിച്ചിട്ടുണ്ട്. നമുക്ക് അറിയേണ്ടത് എങ്ങനെ സെൻട്രൽ ലൈൻ കൺസിഡർ ചെയ്യും, എങ്ങനെ ലോങ് വാൾ ഷോർട്ട് വാൾ കൺസിഡർ ചെയ്യുന്നുള്ളതാണ് നമുക്ക് മെയിനായിട്ട് അറിയേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം എങ്ങനെ സെൻട്രൽ ലൈൻ ലെങ്ത്ത് കൺസിഡർ ചെയ്യുന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കാം. നമുക്കറിയാം സെൻട്രൽ ലൈൻ ലെങ്ത്ത് കിട്ടിക്കഴിഞ്ഞാൽ അത് ക്വാണ്ടിറ്റി കാണാനായിട്ട് എന്ത് ചെയ്താൽ മതി, അതിൻ്റെ ഏത് വർക്കാണോ നമ്മൾ എടുക്കുന്നത് അതിൻ്റെ ബ്രെഡ്ത്ത് കൊണ്ടും ഹൈറ്റ് കൊണ്ടും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ മതി എന്നുള്ള കാര്യം നമുക്കറിയാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സെൻട്രൽ ലൈൻ എങ്ങനെ കൺസിഡർ ചെയ്യും, അതായത് ലോങ് വാൾ ഷോർട്ട് വാൾ എങ്ങനെ കൺസിഡർ ചെയ്യുന്നുള്ള കാര്യമാണ് നമുക്ക് അറിയേണ്ടത്. ആദ്യം നമുക്ക് സെൻട്രൽ ലൈൻ ലെങ്ത്ത് എങ്ങനെ കണ്ടുപിടിക്കാമെന്നുള്ള കാര്യം മനസ്സിലാക്കാം. നമ്മൾ ആദ്യം ഒറ്റ സിംഗിൾ റൂം ബിൽഡിംഗ് ആണെങ്കിൽ അതിൻ്റെ കേസ് നമ്മൾ മനസ്സിലാക്കിയിരുന്നു. എങ്ങനെ സെൻട്രൽ ലൈൻ ലെങ്ത്ത് ടോട്ടലായിട്ട് എടുക്കും, എങ്ങനെ എടുക്കും. ലോങ് ആയിട്ടുള്ള സൈഡിലെ വാളുണ്ട്, ഷോർട്ട് സൈഡിലെ വാളുണ്ട്. ലോങ് സൈഡിലെ വാളിൻ്റെ സെൻട്രൽ ലൈൻ ലെങ്ത്ത് നമ്മൾ കണ്ടുപിടിക്കും. എങ്ങനെ കണ്ടുപിടിക്കുമായിരുന്നു, അതിൻ്റെ ഇന്നർ ഡയമെൻഷൻ, റൂമിൻ്റെ ഇന്നർ ഡയമെൻഷൻ പ്ലസ് 2 സൈഡിലേക്കുള്ള വാൾ തിക്നെസ്സിൻ്റെ ഹാഫ് 2 സൈഡിലേക്ക് നമ്മൾ ആഡ് ചെയ്യും. അങ്ങനെ നമുക്ക് സെൻട്രൽ ലൈൻ ലെങ്ത്ത് കിട്ടുമായിരുന്നു ഒരു സൈഡിൻ്റെ. അങ്ങനെ എല്ലാ സെൻട്രൽ ലൈൻസിൻ്റെ ലെങ്ത്തുകൾ ആഡ് ചെയ്താൽ നമുക്ക് ടോട്ടൽ സെൻട്രൽ ലൈൻ ലെങ്ത്ത് നമുക്ക് കിട്ടും. ഓക്കെ, അതേപോലെ അത് തന്നെയാണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത്. ടോട്ടൽ സെൻട്രൽ ലൈൻ ലെങ്ത്ത് കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാ വാളുകളുടെയും ടോട്ടൽ സെൻട്രൽ ലൈൻ ലെങ്ത്ത് നമ്മൾ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം കാണുന്നത് ടോട്ടൽ സെൻട്രൽ ലൈൻ ലെങ്ത്ത് ആണ്. നമുക്കിവിടെ കാണാം ടോട്ടൽ സെൻട്രൽ ലൈൻ ലെങ്ത്ത്. അത് മുന്നേ ചെയ്ത പോലെ തന്നെയാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഓരോ റൂമിൻ്റെ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്തു. ഫസ്റ്റ് റൂമിൻ്റെ ലോങ് പോർഷനിലുള്ള സെൻട്രൽ ലെങ്ത്ത് 5.3 ആണ്. രണ്ടാമത്തെ റൂമിനും അതിന് സെയിം തന്നെ ആയിരിക്കും. അതേപോലെ ഷോർട്ട് സ്പാനിലുള്ള സെൻട്രൽ ലെങ്ത്ത് 4.3 ആണ് നമ്മൾ കണ്ടുപിടിച്ചിരുന്നു കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ റൂം ഡയമെൻഷൻ പ്ലസ് ഹാഫ് വിഡ്ത്ത് ഓഫ് വാൾ 2 സൈഡിലേക്കും ആഡ് ചെയ്ത് നമ്മൾ സെൻട്രൽ ലൈൻ ലെങ്ത്ത് കണ്ടുപിടിച്ചിരുന്നു. ഇതിൽ എന്ത് ചെയ്തിട്ടുണ്ട്, 2 റൂംസ് വരുന്നുണ്ട്. അതുകൊണ്ട് മൊത്തം എല്ലാ ഡയമെൻഷൻസിനെയും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ സെൻട്രൽ ലൈൻ ലെങ്ത്ത് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ അത് 34.1 മീറ്റർ എന്ന് ഇവിടെ കിട്ടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഇവിടുത്തെ ഒരു കേസിൽ നമ്മൾ മുന്നത്തെ കേസിൽ ഈ ഒരു കോർണർ പോർഷൻ നമ്മൾ കൺസിഡർ ചെയ്തിരുന്നു. ആ കോർണർ പോർഷനിൽ ഒരു പോർഷൻ നമ്മൾ 2 പ്രാവശ്യം കൺസിഡർ ചെയ്യുന്നു. ഈ ഒരു പോർഷൻ നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ കൺസിഡർ ചെയ്യാത്ത പോർഷന് പകരമായിട്ട് ഒരു പോർഷൻ എന്ത് ചെയ്തു, 2 പ്രാവശ്യം കൺസിഡർ ചെയ്യുന്നു. അല്ല, അങ്ങനെയാണ് വരുന്നത്. പക്ഷേ ഒരു ഇൻ്റർമീഡിയറ്റ് വാൾ വരുന്ന കേസിൽ ഇതുപോലുള്ള T ജംഗ്ഷൻസ്, ഇതാണ് ഈ റെഡ് ഭാഗത്ത് കാണിച്ചിരിക്കുന്നത്. ഈ ഭാഗത്ത് നമുക്ക് T ജംഗ്ഷൻ എന്ന് പറയാം. ഇങ്ങനത്തെ T ജംഗ്ഷൻസ്, അതേപോലെ താഴെ ഇവിടെ ഇതാ T ജംഗ്ഷൻ, ഇങ്ങനെ T ജംഗ്ഷൻസ് വരുന്ന കേസുകളിൽ ആ റെഡ് റൗണ്ട് ചെയ്തിരിക്കുന്ന പോർഷൻ നമുക്ക് കാണാം. ആ ഒരു പോർഷൻ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ നമ്മളെ സെൻട്രൽ ലൈൻ ലെങ്ത്തിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ എക്സ്കവേറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുക. അപ്പം ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തു, ലോങ് വാളിന് ലോങ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു, എക്സ്കവേറ്റ് ചെയ്ത് പോയി, അല്ലെങ്കിൽ കുഴി എടുത്തു എന്ന് വിചാരിക്കുക. നമ്മൾ വീണ്ടും ഷോർട്ട് വാളിന് ലോങ് ആയിട്ട് നമ്മൾ എക്സ്കവേറ്റ് ചെയ്യുമ്പോൾ ആ പോർഷൻ 2 പ്രാവശ്യം നമ്മൾ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യും അല്ലേ. അവിടെ 2 പ്രാവശ്യം എക്സ്കവേറ്റ് ചെയ്യുന്നതായിട്ടോ അല്ലെങ്കിൽ 2 പ്രാവശ്യം അവിടെ ഫൗണ്ടേഷൻ വർക്ക് ചെയ്യുന്നതായിട്ടോ എന്നുള്ള കൺസിഡറേഷൻ നമ്മളിവിടെ കൊടുക്കേണ്ടി വരുന്നു. അത് ഡബിളായി വന്നു, ആ എക്സ്ട്രാ വാല്യൂ വന്നു അല്ലേ. അപ്പോൾ ആ ഒരു കൺസിഡറേഷൻ നമുക്ക് ഒഴിവാക്കണം. അത് എക്സ്ട്രാ എടുക്കുന്നത് നമുക്ക് ഒഴിവാക്കണം. അതിന് നമ്മൾ എക്സ്ട്രാ ടേമും കൂടി കണ്ടുപിടിക്കണം. അതാണ് നമ്മൾ രണ്ടാമത് എഴുതിയിരിക്കുന്നത്. സെൻട്രൽ ലൈൻ ലെങ്ത്ത് ഓഫ് പർട്ടിക്കുലർ വർക്ക്, ഒരു പർട്ടിക്കുലർ വർക്കിൻ്റെ സെൻട്രൽ ലെങ്ത്ത് എങ്ങനെ കാണുന്നതാണ് രണ്ടാമതായിട്ട് എഴുതിയിരിക്കുന്നത്. അതെങ്ങനെ എഴുതിയിരിക്കുന്നത്, സെൻട്രൽ ലെങ്ത്ത് ഓഫ് പർട്ടിക്കുലർ വർക്ക് ഈക്വൽ ടു ടോട്ടൽ സെൻട്രൽ ലൈൻ ലെങ്ത്ത്, ഓൾറെഡി ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചു, മൈനസ് NB/2. ടോട്ടൽ സെൻട്രൽ ലൈൻ ലെങ്ത്ത് മൈനസ് NB/2 എന്നുള്ള ടേമാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതിൽ N എന്താ, B എന്താ നമുക്ക് നോക്കാം. N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് T ജംഗ്ഷൻസ് ആണ്. B എന്ന് പറഞ്ഞാൽ ബ്രെഡ്ത്ത് ഓഫ്
ഐറ്റം ഓഫ് വർക്ക്, ഏത് വർക്കാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, ഏത് വർക്കിൻ്റെ സെൻട്രൽ ലെങ്ത് ആണോ നമ്മൾ കാണുന്നത്, അതിൻ്റെ ബ്രെഡ്ത്താണ് ബി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ നമ്മളിപ്പോൾ ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് നമ്മളെന്താണ്, ഏറ്റവും ബോട്ടം പോർഷനിലെ ഫൗണ്ടേഷൻ്റെ ഏറ്റവും ബോട്ടം പോർഷനിലെ കോൺക്രീറ്റ് വർക്കിൻ്റെ ക്വാണ്ടിറ്റിയാണ് നമ്മൾ കാണുന്നത് കൺസിഡർ ചെയ്യുക. അല്ലെങ്കിൽ മൊത്തം എക്സ്കവേഷൻ്റെ ക്വാണ്ടിറ്റിയാണ് നമ്മൾ കാണുന്നത് വിചാരിക്കാം. എക്സ്കവേറ്റ് ചെയ്യാൻ എത്ര 0.9 വിഡ്ത്തിൽ നമുക്ക് എക്സ്കവേറ്റ് ചെയ്യേണ്ടി വരും അല്ലേ. അപ്പോൾ അതിൻ്റെ ക്വാണ്ടിറ്റിയാണ് നമ്മൾ കാണുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്കറിയാം 2 T ജംഗ്ഷൻസാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത്. ഈ റെഡ് പോർഷനിലുള്ള ഈ 2 ഭാഗങ്ങളാണ് T ജംഗ്ഷനായിട്ട് ഇവിടെ വരിക അല്ലേ. ഈ 2 പോർഷൻസാണ് T ജംഗ്ഷനായിട്ട് വരിക. കോർണർ പോർഷൻസ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട T ജംഗ്ഷനായിട്ട്. അപ്പോൾ 2 T ജംഗ്ഷൻ ഇവിടെ വരുന്നതുകൊണ്ട് ഇവിടെ എന്നിൻ്റെ വാല്യൂ എത്ര വരും, 2 എന്ന് വരും. ബിയുടെ വാല്യൂ എത്രയാണ്, ഇവിടെ ബ്രെഡ്ത്ത് ഓഫ് ഐറ്റം ഓഫ് വർക്ക് എന്ന് പറയുന്നത് എന്താണ്, 0.9 മീറ്ററാണ്. ഓക്കെ അപ്പോൾ ടോട്ടൽ സെൻട്രൽ ലെങ്ത്ത് അതായത് 34.1 നിന്ന് ഏറ്റവും ബോട്ടത്തിൽ നമ്മൾ അവിടെ കാണിച്ചതുപോലെ എന്ത് ചെയ്യുന്നു, 34.1 മൈനസ് 2 ഇൻറ്റു 2 എന്താണ് നമ്പർ ഓഫ് T ജംഗ്ഷൻസ് ഇൻറ്റു 0.9 എന്താണ് വർക്കിൻ്റെ വിഡ്ത്ത് ബൈ 2 ചെയ്യുമ്പോൾ നമുക്ക് 33.2 കിട്ടും. അതാണ് എന്ത് ഈ പെർട്ടിക്കുലർ വർക്കിൻ്റെ സെൻട്രൽ ലൈൻ ലെങ്ത്ത്. അപ്പോൾ ആ സെൻട്രൽ ലെങ്ത്ത് കിട്ടിക്കഴിഞ്ഞാൽ ത്രൂ ഔട്ടർ ലെങ്ത്ത് നമുക്ക് കിട്ടി സെൻട്രൽ ലെങ്ത്ത്. അതേ അപ്പോൾ ക്വാണ്ടിറ്റി കാണാൻ എന്ത് ചെയ്താൽ മതിയാവും, ആ ലെങ്ത്തിനോട് കൂടി ബ്രെഡ്ത്തും ഡെപ്ത്തും അല്ലെങ്കിൽ ബ്രെഡ്ത്തും ഹൈറ്റും മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, അതിൻ്റെ വോളിയം നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പോൾ അതാണ് സെൻട്രൽ ലെങ്ത്തിൻ്റെ ഒരു സെൻട്രൽ ലൈൻ ലെങ്ത്ത് കണ്ടുപിടിക്കുമ്പോഴുള്ള T ജംഗ്ഷൻസ് വരുമ്പോഴുള്ള ഒരു പ്രത്യേകതയായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് സെപ്പറേറ്റ് വാൾ മെത്തേഡ് അല്ലെങ്കിൽ ലോങ് വാൾ ഷോർട്ട് വാൾ മെത്തേഡ് നോക്കാം. ലോങ് വാൾ ഷോർട്ട് വാൾ മെത്തേഡിൽ പറയുന്നത് എന്താണ്, ഇവിടെ ലോങ് വാൾ എത്ര ലോങ് വാൾ ഇവിടെ കൺസിഡർ ചെയ്യേണ്ടി വരും, ഇങ്ങനെ വലിയ ലെങ്ത് ഒരു ലോങ് വാൾ, ഇവിടെ ഒരു ലോങ് വാൾ, 2 ലോങ് വാൾസ് കൺസിഡർ ചെയ്യേണ്ടി വരും. അതുപോലെ എത്ര ഷോർട്ട് വാൾ കൺസിഡർ ചെയ്യണം, 1 2 3 ഷോർട്ട് വാളുകളും കൺസിഡർ ചെയ്യേണ്ടി വരും. ലോങ് വാൾ നമ്മൾ എടുക്കുന്നത് ത്രൂ ഔട്ട് ലെങ്ത്തിലാണ്. അപ്പോൾ നമുക്ക് എത്ര കിട്ടും, ഇവിടെ 11.5 എന്നതിൻ്റെ ലെങ്ത്ത് കിട്ടും. ഇനി ഷോർട്ട് വാളാണല്ലോ, ഷോർട്ട് വാളാണെങ്കിൽ ലോങ് സെൻട്രൽ ലൈൻ ലെങ്ത്ത് നിന്ന് മൈനസ് ചെയ്യാണ് ചെയ്യുക, നമ്മൾ ലെങ്ത്ത് മൈനസ് ചെയ്യാണ്, ഇതിൻ്റെ വിഡ്ത്ത് മൈനസ് ചെയ്യാണ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഓൾമോസ്റ്റ് 3.4 എന്ന് ഈ ഡയമെൻഷൻ കിട്ടും, 3.4 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ലോങ് വാളിൻ്റെ ലെങ്ത്ത് കണ്ടുപിടിച്ചിട്ടുണ്ട് 5.3 പ്ലസ് 5.3 പ്ലസ് 0.9 ഈക്വൽ ടു 11.5 എന്നാണ്. അതായത് ത്രൂ ഔട്ട് എൻഡ് ടു എൻഡ് ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. 11.5 ആണ് ഇതിൻ്റെ ലെങ്ത്ത് കിട്ടുന്നത്. അതേപോലെ ഷോർട്ട് വാളിൻ്റെ ലെങ്ത്ത് കണ്ടുപിടിച്ചിട്ടുണ്ട് എന്ത് ചെയ്യുന്നത്, 4.3 മൈനസ് 0.9 ചെയ്യുന്നത്. ഇവിടെ ലോങ് വാൾ കണ്ടുപിടിച്ചപ്പോൾ നമ്മൾ 2 പ്രാവശ്യം 5.3 ആഡ് ചെയ്യാൻ കാരണം എന്താ, 2 റൂമുകളുണ്ട് ഇവിടെ അല്ലേ. അതുകൊണ്ട് അല്ലെങ്കിൽ ടോട്ടൽ ആ ലെങ്ത്ത് കൺസിഡർ ചെയ്താലും മതി. എൻഡ് ടു എൻഡ് ആയിട്ടുള്ള ഡിസ്റ്റൻസ് നമ്മൾ കണ്ടുപിടിക്കുക എന്നുള്ളത് മാത്രമേ അവിടെ ഉദ്ദേശമുള്ളൂ. അപ്പോൾ ടോട്ടൽ സെൻട്രൽ ലൈൻ ലെങ്ത്തിനോട് കൂടി വിഡ്ത്ത് ആഡ് ചെയ്യുകയാണ് ചെയ്യേണ്ടത് ലോങ് വാൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ഷോർട്ട് വാൾ ആകുമ്പോൾ അത് മൈനസ് ചെയ്യാണ് ചെയ്യേണ്ടി വരിക. 4.3 മൈനസ് 0.9 3.4 കിട്ടി. നമുക്ക് ലോങ് വാളിൻ്റെയും ഷോർട്ട് വാളിൻ്റെയും കിട്ടി. സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ക്വാണ്ടിറ്റി കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ T ജംഗ്ഷൻസ് വരുന്ന കേസാണെങ്കിലും ലോങ് വാൾ ഷോർട്ട് വാൾ മെത്തേഡിൽ വലിയ മാറ്റങ്ങൾ വരുന്നില്ല. നമ്മൾ ടോട്ടൽ ലെങ്ത് എടുക്കുക, ക്വാണ്ടിറ്റി കാണാന്നുള്ള കാര്യം മാത്രമേ വരുന്നുള്ളൂ. പക്ഷേ സെൻട്രൽ ലൈൻ മെത്തേഡാണ് നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ അവിടെ T ജംഗ്ഷൻസ് കൺസിഡർ ചെയ്യൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ആദ്യം ഇതിൻ്റെയും പ്രത്യേകതകൾ എഴുതിയപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ഒരു സ്പെഷ്യൽ അറ്റൻഷൻ T ജംഗ്ഷൻസിൽ കൊടുക്കണം എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഓർക്കേണ്ട കാര്യം. ഓക്കെ, ഇനി നമുക്ക് ഇതുവരെ ലെങ്ത്ത് കാര്യങ്ങളൊക്കെ എങ്ങനെ കണ്ടുപിടിക്കാൻ നമുക്ക് മനസ്സിലായി. ഇനി ക്വാണ്ടിറ്റി എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നോക്കുക, ഫസ്റ്റ് ഹെഡിങ് നോക്കുക, ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് എന്നുള്ളതാണ്. അപ്പോൾ ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിച്ചിരുന്നു എന്താ ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് എന്നുള്ളത്. ഡീറ്റെയിൽ ആയിട്ട് ക്വാണ്ടിറ്റി കാണുന്നതിനാണ്. അത് കഴിഞ്ഞ് നമ്മൾ അബ്സ്ട്രാക്റ്റ് ഓഫ് എസ്റ്റിമേറ്റ് കണ്ടുപിടിച്ചിരുന്നു. അബ്സ്ട്രാക്റ്റ് ഓഫ് എസ്റ്റിമേറ്റിലാണ് ശരിക്കും പറഞ്ഞാൽ എന്ത് റേറ്റ് എത്ര റേറ്റ് ആവും എന്നുള്ള കാര്യം നമ്മൾ കൺസിഡർ ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ ഈ ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റിൽ നമ്മൾ കണ്ടുപിടിക്കൽ ക്വാണ്ടിറ്റിയാണ് കണ്ടുപിടിക്കലുണ്ടായിരുന്നത്. അപ്പോൾ ആ ഡീറ്റെയിൽ എസ്റ്റിമേറ്റിൽ പറയുന്ന ടേബിൾ ഉപയോഗിച്ചിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്ന ക്വാണ്ടിറ്റി കണ്ടുപിടിക്കുന്നതിനാണ് ഡീറ്റെയിൽഡ് ക്വാണ്ടിറ്റി എന്ന് പറയാം. ആ ഡീറ്റെയിൽഡ് ക്വാണ്ടിറ്റിയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരിക. ഓക്കെ, അപ്പോൾ
അതിൽ പറയുന്നത് എന്തൊക്കെയാണ് കോളംസിൽ ആദ്യം സീരിയൽ നമ്പർ ഉണ്ടാവും, ഡിസ്ക്രിപ്ഷൻ ഓഫ് വർക്ക്, ഏത് വർക്കാണെന്ന് പറയണം, എത്ര എണ്ണം നമ്പേഴ്സ്. ഇപ്പോൾ നമ്മൾ ലോങ് വാളാണ് കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ ആദ്യം കഴിഞ്ഞ ദിവസം പറഞ്ഞ കേസിലാണെങ്കിൽ അവിടെ എത്ര ലോങ് വാൾ ഉണ്ടായിരുന്നു, 2 ലോങ് വാൾ അല്ലേ. അപ്പോൾ ലോങ് വാളിൻ്റെ ആദ്യം നമ്മൾ ലോങ് വാളിനെ ലോങ് ആയിട്ടുള്ളതാണ് കണ്ടുപിടിക്കുന്നത് വെച്ചാൽ 2 എന്ന് എഴുതണം നമ്പറിൽ. ലെങ്ത്ത്, അപ്പോൾ അതിൻ്റെ ലെങ്ത്ത് എത്രയാണ്, ലോങ് വാളിൻ്റെ ടോട്ടൽ ലെങ്ത്ത് കിട്ടുന്നത് വെച്ചാൽ അത് നമ്മൾ ലെങ്ത്തിൽ എഴുതണം. പിന്നെ നമ്മൾ കണ്ടുപിടിക്കുന്ന ക്വാണ്ടിറ്റി എന്തിനാണോ അതിനനുസരിച്ച് ബ്രെഡ്ത്ത്, ഡെപ്ത്ത് എന്നിവ കൊടുക്കണം അല്ലേ. ആ ബ്രെഡ്ത്ത് 0.9 ആയിരിക്കും. നമ്മൾ താഴത്തെ താഴെ PCCയുടെ വാല്യൂ ആണ് കൊടുക്കുന്നത്, ക്വാണ്ടിറ്റിയാണ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ 0.9 ആയിരുന്നു അതിൻ്റെ ക്വാണ്ടിറ്റി ആയിട്ട് നമ്മൾ എടുത്തിരുന്നത്, അതിൻ്റെ വിഡ്ത്തായിട്ട് നമ്മൾ എടുത്തിരുന്നത് 0.9. ഡെപ്ത്ത് ആണെങ്കിൽ എത്രയായിരുന്നു, 0.3 ആണ് എടുത്തിരുന്നത് അല്ലേ. അപ്പോൾ ആ വാല്യൂസ് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്പറും ലെങ്ത്തും ബ്രെഡ്ത്തും ഡെപ്ത്തും മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടും, നമുക്ക് M³ അതിൻ്റെ ക്വാണ്ടിറ്റി കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ഒരു ടേബിളാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ക്വാണ്ടിറ്റി കാണാനായിട്ട് ഉപയോഗിക്കേണ്ടത്, അല്ലെങ്കിൽ ഡീറ്റെയിൽഡ് ക്വാണ്ടിറ്റി കാണാനായിട്ട് ഈ ടേബിളാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇതിൽ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഇതിലേക്ക് വേണ്ട വാല്യൂസ് നമ്മൾ കണ്ടുപിടിക്കുക, എന്നിട്ട് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, അങ്ങനെ ക്വാണ്ടിറ്റി കാണാം. അതാണ് ഒരു ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ചെയ്യാനുള്ളത്. ഇനി അബ്സ്ട്രാക്റ്റ് ഓഫ് എസ്റ്റിമേറ്റ് ആണെങ്കിൽ ഈ കണ്ടുപിടിച്ച ക്വാണ്ടിറ്റി വെച്ചിട്ട് അതിൻ്റെ റേറ്റ് എത്ര രൂപയായി എന്നുള്ള കണ്ടുപിടിക്കലാണ്. നമുക്ക് തുടർന്ന് വരുന്ന മൊഡ്യൂളുകളിൽ എന്ത് ചെയ്യാം, എത്ര രൂപയായി എന്നുള്ള കണ്ടുപിടിക്കുന്ന മെത്തേഡുകൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇവിടെ നമുക്ക് പ്രധാനമായിട്ട് വേണ്ടതാണ് എത്ര ക്വാണ്ടിറ്റി, എത്ര അളവിൽ നമുക്ക് സാധനം വേണം, അല്ലെങ്കിൽ എത്ര അളവിൽ നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യമാണ് എന്ത് ചെയ്യുന്നത് ഈ ഭാഗത്ത് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ഉപയോഗിക്കേണ്ടത് ഈ ഒരു ടേബിളാണ്. അതുകൊണ്ട് ഈ ടേബിളിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്നുള്ളത് ഡീറ്റെയിൽഡായിട്ട് നിർബന്ധമായിട്ട് മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ നമ്മൾ സെൻട്രൽ ലൈൻ ലെങ്ത്ത് ഉപയോഗിച്ചാണ് കണ്ടുപിടിക്കുന്നത് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എഴുതി സീരിയൽ നമ്പർ 1 എഴുതി, ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ എഴുതി, നമ്മളിപ്പോൾ ഫൗണ്ടേഷനിലുള്ള PCC ആണ് ചെയ്യുന്നത്, അപ്പോൾ PCC വർക്ക് ഇൻ ഫൗണ്ടേഷൻ എഴുതി. നമ്പർ എത്ര എഴുതാൻ, നമ്പർ നമ്മൾ സെൻട്രൽ ലൈൻ ലെങ്ത്താണ് ഉപയോഗിക്കുന്നത്, അപ്പോൾ അവിടെ ടോട്ടൽ ഒറ്റ ലെങ്ത്ത് നമ്മൾ കാണണം, അപ്പോൾ നമ്പറിൽ 1 എഴുതണം. എന്നിട്ട് അതിന് ശേഷം ലെങ്ത്ത് നമുക്ക് ടോട്ടൽ കിട്ടിയ ലെങ്ത്ത് എത്രയാണെന്നുള്ളത് എഴുതണം. പിന്നെ ബ്രെഡ്ത്ത് നമ്മൾ കണ്ടുപിടിക്കുന്ന 0.9 ബ്രെഡ്ത്തുള്ള സാധനമാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ 0.9 എഴുതുക. ഡെപ്ത്ത് 0.3 ആണെങ്കിൽ 0.3 എഴുതുക. ഇതെല്ലാം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും, നമുക്ക് ക്വാണ്ടിറ്റി കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ടേബിൾ ഉപയോഗിച്ച് വാല്യൂസ് കണ്ടുപിടിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റിൽ നമുക്ക് ബേസിക്കായിട്ട് പറയാനുള്ളത്. ഓരോരോ ചോദ്യങ്ങൾ നോക്കുമ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവും. ഓക്കെ, താങ്ക് യു.